ഇന്ന് എന്നോടൊപ്പമുള്ളത് താൻ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുത്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഒന്നും കൂടി ക്ലിയറാക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പോൾ 63 ബേക്കറികൾ, റെസ്റ്റോറൻറ്റ്സ് ഉള്ള 21ഓളം സിനിമകളിൽ അഭിനയിച്ച ശ്രീ റഫീഖ്. നമസ്കാരം ക. ഒന്നും കൂടെ എല്ലാവർക്കും റിലേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് പറയുവാണെങ്കിൽ റോയൽ ബേക്കറിയുടെ ഓണർ എന്ന് പറയുമ്പോഴായിരിക്കും എറണാകുളംകാർക്കൊക്കെ കുറച്ചും കൂടെ പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ടാവുക, അല്ലേ? റഫീഖ് ഇക്ക ശരിക്കും ഇപ്പോൾ നമ്മുടെ ആലുവക്കാരനാണ് ഇന്നിപ്പോൾ. എന്നാൽ ഇക്കയുടെ തുടക്കം, ഇക്കയുടെ യാത്രകൾ എന്നൊക്കെ പറയുന്നത് ശരിക്കും ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒന്നുമില്ലായ്മയിൽ നിന്നും എത്രയോ അങ്ങനെ നമ്മൾ പലരുടെയും യാത്രകൾ കേട്ടിട്ടുണ്ടല്ലേ. ഇക്കയുടെ ജേർണി അത്തരത്തിലുള്ള ഒന്നാണ്. ഒന്നുമില്ലായ്മയില്ല എന്നും പറയാൻ പറ്റില്ല, പക്ഷേ എന്നാൽ അങ്ങനെയാണേനും അവിടെ നിന്നും ഇക്ക ഇന്നിപ്പം നേടിയെടുത്ത ഈ 63 ബേക്കറികൾ, 21ഓളം സിനിമകൾ, അതിനിടയിലുള്ള കുറേ തമാശകൾ, വിഷമങ്ങൾ, എല്ലാം നമുക്കിന്ന് പറഞ്ഞു പോവാം ഇക്ക. തുടക്കം തന്നെ നമുക്ക് ആദ്യം ഈ ഒരു ബേക്കറിയുടെ കാര്യത്തിലുള്ള ഒരു ക്ലാരിഫിക്കേഷനിലേക്ക് പോവാം. എൻ്റെ സ്ഥലം തൃപ്പൂണിത്തുറയാണ്. തൃപ്പൂണിത്തുറയിലൊക്കെ ഒരുപാട് റോയൽ ബേക്കറി ഉണ്ട്. ഞങ്ങളുടെ എറണാകുളത്ത് എവിടെ നോക്കിയാലും എല്ലായിടത്തും റോയൽ ബേക്കറി, റോയൽ ഫുഡ് കോർട്ട്, റെസ്റ്റോറൻറ്റ് ഇതൊക്കെയാണ്. അപ്പോൾ എല്ലാം ഈ 63 ആണെന്ന് പറയുന്നത് എല്ലാം തന്നെ നമ്മുടെ ഇവിടെ ഉള്ളതാണോ? എങ്ങനെയാണ് അതെല്ലാം? നിങ്ങൾ താമസിക്കുന്ന തൃപ്പൂണിത്തുറയുള്ള എൻ്റെ സുഹൃത്തിൻ്റെ മോഹനൻ ചേട്ടൻ്റെ ആണ്. ഞങ്ങളൊരു നാട്ടുകാരാണ്. തലശ്ശേരിയിലെ ചൊക്ലി എന്ന് പറഞ്ഞ ഗ്രാമത്തിലുള്ളവരാണ്. ശരിക്കും ബേക്കറിക്കാർ കൂടുതലും ആവേശത്ത് വരുന്നവരാണ്. ചൊക്ലിയിലുള്ളവരാണ് ബെസ്റ്റ് ബേക്കറിയുടെ വിശ്വനാഥൻ ചേട്ടൻ, ഈ റോയലിലെ ഞങ്ങൾ, മറ്റേ തൃപ്പൂണിത്തുറ റോയലിലെ മോഹനൻ ചേട്ടൻ, ഇവരൊക്കെ തലശ്ശേരിയിലെ ചൊക്ലി എന്ന ഗ്രാമത്തിൽ ഉള്ള ആളുകളാണ്. അവരൊക്കെ ഇവിടെ എറണാകുളത്ത് വന്ന് സെറ്റിലായി, ഞങ്ങളൊക്കെ. പക്ഷേ എന്നിട്ട് ഒരേ പേരിൽ, അപ്പം റോയൽ എന്നുള്ള പേര് തന്നെ, അപ്പം എന്താ നിങ്ങൾ പേര് മാറ്റിയൊന്നും വെക്കാത്തത് എന്തുകൊണ്ടാ? റോയൽ എന്നുള്ള പേര് രജിസ്റ്റർ ചെയ്യാൻ പറ്റാത്തൊരു പേരാണ്. ശരിക്കും ഞാൻ അന്ന് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല എന്ന് അറിഞ്ഞിരുന്നു എങ്കിൽ റോയൽ ഇടാതെ മറ്റെന്തെങ്കിലും പേര് ഇട്ടേനെ. റോയൽ എന്നുള്ള കോമൺ നെയിമാണ്, രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല. അപ്പം ആർക്കും വേണമെങ്കിലും ഇടാം. പിന്നെ ആ ലോഗോമാണ് രജിസ്റ്റർ ചെയ്യുന്നത്. അപ്പോൾ തൃപ്പൂണിത്തുറ സൈഡിൽ ഇപ്പം ഞാൻ എൻ്റെ കടകൾ തൃപ്പൂണിത്തുറ സൈഡിൽ ഉണ്ടാവില്ല. എനിക്കുള്ള എറണാകുളം, ആലുവ, പെരുമ്പാവൂർ, മൂവാറ്റുപുഴ, കോതമംഗലം, മറ്റേ അടിമാലി, ആ സൈഡാണ്. മോഹൻ ചേട്ടൻ ഞാൻ ഒരേ പേരായത് കൊണ്ട് ഞങ്ങൾ 2 റൂട്ടിലാണ് സഞ്ചരിക്കുന്നത്. ഓക്കെ. അപ്പോ നിങ്ങൾ തമ്മിലുള്ള സുഹൃത്ത് ബന്ധങ്ങളും നല്ല രീതിയിൽ തന്നെ വളരെ നല്ല സുഹൃത്ത് ബന്ധമാണ് ആണല്ലേ. കാരണം പിന്നെ എന്തുകൊണ്ട് ഈ ചൊക്ലി നാട്ടിലുള്ളവര് ഇത്രയും നല്ല ബേക്കറി ഭക്ഷണങ്ങളും പലഹാരങ്ങളും ഉണ്ടാക്കാനൊക്കെ കഴിവുള്ളവർ, നിങ്ങൾ ആ നാട്ടിൽ ഇതൊന്നും ചെയ്യാതെ നിങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്തുകൊണ്ടാ? അവിടെ ആളുകളുണ്ട് ഇഷ്ടം പോലെ. അല്ല നിങ്ങള് ഞങ്ങളെന്ന് പറയുന്നത് ഈ ചിലപ്പം ഈ നഴ്സുമാരൊക്കെ കോട്ടയത്തുള്ളവരാണ്. എന്ന് പറഞ്ഞ പോലെ ഈ തലശ്ശേരി ആ ഭാഗത്തുള്ള കംപ്ലീറ്റ് ഫുഡ് ഉണ്ടാക്കുന്നത്, ഹോട്ടൽ മേഖലയായാലും ബേക്കറി മേഖലയായാലും ഫുഡ് ഉണ്ടാക്കുന്നത്, അവരെല്ലാവർക്കും അവിടെ കൊടുക്കാൻ പറ്റും. അത് ഇവിടെ മാത്രമല്ലല്ലോ, ലോകത്തിന്റെ ഏത് രാജ്യത്ത് പോയാലും തലശ്ശേരിക്കാരുടെ ഒരു ബേക്കറിയോ റെസ്റ്റോറൻറ്റോ അവിടെ ഉണ്ടാവും. എല്ലായിടത്തും പോയാലേ വിശ്വസിക്കാൻ പറ്റും. അപ്പൊ ഞങ്ങൾ ഇങ്ങോട്ട് പോകും, അവിടെ ആൾക്കാരുണ്ട് സ്വന്തമായി ചെയ്യുന്നവർ. പിന്നെ ഞങ്ങൾ എറണാകുളത്ത് വന്നപ്പോൾ എറണാകുളത്ത് ഇഷ്ടപ്പെട്ടു. പക്ഷെ ഇപ്പൊ എനിക്ക് എറണാകുളംകാരനാണ്, എറണാകുളം ജില്ലക്കാരനാണ്. എന്ത് പറയാനാണ് ഇഷ്ടം. കൂടുതൽ ബന്ധങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെയാണ്. അവിടെ എനിക്ക് പുതിയ ജനറേഷനിൽ ആരും ഞങ്ങൾക്ക് അറിയില്ല. അത് മോഹൻ ചേട്ടനായാലും അങ്ങനെ തന്നെയാണ്, വിശ്വനാഥനായാലും വിഷ്ണു ചേട്ടനായാലും വിജീഷിനൊക്കെ അങ്ങനെ തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ ഈ നാട്ടിലങ്ങ് വന്ന് സെറ്റായി, ഈ നാടാണ് ഇപ്പൊ നിങ്ങളുടെ സ്വന്തം നാട് പോലെ, അല്ലേ? തീർച്ചയായിട്ടും. ഞങ്ങളുടെ നാട്ടിൽ ഒരുപാട് സ്ഥലങ്ങളിൽ പോയി സെറ്റ് ചെയ്ത ആൾക്കാരുണ്ട്. ഞങ്ങളൊക്കെ ഇങ്ങോട്ട് എറണാകുളത്തേക്കാണ് വന്നത്. ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു ഈ സ്ഥലം. ഓക്കെ. എനിക്ക് ഇക്കേനെ കുറിച്ച് മനസ്സിലാക്കി കഴിഞ്ഞപ്പോഴും ഇക്കയുടെ ഒരു ജേർണി എന്ന് പറയുന്നത് ഭയങ്കര രസമാണ് കേൾക്കാൻ. അത് പ്രത്യേകിച്ചും ഇക്കയുടെ ആ ഒരു സംസാര ശൈലിയും അതിൻ്റെയൊക്കെ കൂടെ കേൾക്കുമ്പോഴാണ് നിങ്ങൾക്കും അത് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആവുക. നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആവുന്ന ഫാക്ടർ അവിടെ മുതൽ തന്നെ തുടങ്ങാൻ നിൽക്കുക, എന്നാലാണ് എല്ലാവർക്കും ഒന്നും മനസ്സിലാവുള്ളൂ. റഫീഖ് എന്ന് പറയുന്ന വ്യക്തി ജനിച്ചത് ചൊക്ലി എന്ന് പറയുന്ന ഗ്രാമത്തിലാണ്. അവിടെ നിന്നും ഇന്നിപ്പോൾ അറിയപ്പെടുന്ന ഇത്രയും വലിയ കോടീശ്വരനായത് എങ്ങനെ, എവിടെ നിന്ന്, ആ ഒരു യാത്ര? കോടീശ്വരനൊന്നും ആയിട്ടില്ല ആദ്യം പറയാം. ഞാനൊരു ബിസിനസ്സുകാരനായി മാറി. ചൊക്ലി ഞാൻ പഠിത്തത്തിനൊക്കെ വളരെ മോശമായിരുന്നു. മോശം എന്ന് മാത്രമല്ല, പഠിച്ചിട്ടില്ല എന്ന് വേണ്ടി പറയാം. 10ാം ക്ലാസ് പരാജയപ്പെട്ടു. 10ാം ക്ലാസ് പരാജയപ്പെട്ട് നിങ്ങൾ ചോദിക്കപ്പോൾ 9ാം ക്ലാസ് വരെ വിജയിച്ചില്ലേ? അത് ചാക്കീരി അഹമ്മദ് കുട്ടി ചെയ്തൊരു പണിയാണ്. അന്ന് 1970-80 കാലഘട്ടം. അന്ന് ചാക്കീരി പാസ് ഒരു പാസ്സുണ്ട്. ചാക്കീരി പാസ് അന്ന് എന്ത് വിദ്യാഭ്യാസ വകുപ്പ് വന്ന് ചാക്കീരി അഹമ്മദ് കുട്ടിയായിരുന്നു. ആ ഗവൺമെൻറ് കൊണ്ടുവന്ന ഇതാണ് 10% ആളുകളെ മാത്രമേ തോൽപ്പിക്കാൻ പാടുള്ളൂ ഒരു ക്ലാസ്സിൽ. അപ്പോൾ 50
കുട്ടികളുടെ ഒരു ക്ലാസ് ആണെങ്കിൽ 5 പേരെ മാത്രമേ സെയിം ക്ലാസ് ഇരുത്താൻ പാടുള്ളൂ, ബാക്കി 45 പേരെയും കയറ്റി വിടണം. അപ്പൊ നമ്മൾ എങ്ങനെ പഠിച്ചില്ലെങ്കിലും നമ്മളാക്കാൻ ഉഴപ്പന്മാർ 5 പേരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ തനിയെ കയറിപ്പോ അങ്ങനെ 9 പേരെ കയറിപ്പോയി എന്നല്ലാതെ പഠിച്ചു ജയിച്ചു എന്നൊന്നും പറയാൻ പറ്റില്ല. പഠിത്തത്തോട് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. അപ്പം മുതലേ എങ്ങനെ പൈസ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അഭിനയിക്കണം, അങ്ങനെയൊക്കെയുള്ള ഒരു ആഗ്രഹമായിരുന്നു. അത്രയും ചെറുപ്പത്തിൽ മുതലേ ഞാൻ പറയും, ഞാൻ സ്കൂളിൽ പോകുമ്പോൾ തന്നെ മറ്റേ കൂടെ പോലെ ആടോ പശുവോ ഉണ്ടാവും. പോകുന്ന വഴിക്ക് കെട്ടിയിട്ട് ക്ലാസ്സിലേക്ക് പോകും. ഉച്ചക്ക് 1 മണിക്ക് വരുമ്പോൾ അതിനൊന്ന് മാറ്റി കെട്ടും. വൈകിട്ട് 4 മണിക്ക് വരുമ്പോൾ അഴിച്ചു കൊണ്ടുവരും. പിന്നെ കപ്പ നടുക, അങ്ങനത്തിനോടാ കൂടുതൽ താല്പര്യം. ഇപ്പൊ ആ സാറുമാര് പഠിപ്പിക്കുന്നതിനോടൊന്നും എനിക്ക് വലിയൊന്നും കണ്ടിട്ടില്ല. ഇപ്പൊ വെള്ളം ഉണ്ടാകുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാ, ഒരു കടയിൽ പോയിട്ട് തൊട്ടി ഞങ്ങൾ നാട്ടിൽ പറയാം, തൊട്ടിയും കാറും വാങ്ങിക്കുക, അതിന്റെ പിടിയിൽ കാറ് കിട്ടുക, കിണറ്റിലേക്ക് ഇടുക, ാണ് വെള്ളം കിട്ടുന്നത്. ഏതാണ്ട് H2O 2H2O എന്നോ 2 ഹൈഡ്രജൻ ഓക്സിജൻ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങൾ വെള്ളം ഉണ്ടാകുന്ന ഇങ്ങനെയാണല്ലോ. അപ്പൊ അത്തരം ചിന്താഗതിയാണ് എനിക്ക് പണ്ട് മുതലേ പഠിക്കുമ്പോൾ എനിക്ക് തോന്നും, ഈ മുഗളന്മാരുടെ ഭരണപരിഷ്കാരവും അക്ബറിന്റെ മതവും ടിപ്പുവിന്റെ പടയോട്ടമൊക്കെ പഠിച്ചിട്ട് നമുക്ക് എന്ത് കാര്യം? ഒരു വെണ്ടയുടെ വിത്ത് നട്ടാൽ എത്ര മാസം കൊണ്ട് വെണ്ടയ്ക്ക പറിക്കാൻ പറ്റും? ഇത്തരം കാര്യങ്ങളാണ് നമുക്കറിയേണ്ടത്. നമുക്ക് ഒരിക്കലും ആവശ്യമില്ലാത്ത പല കാര്യമാണ്. അത് ശരിയാണെന്ന് ഞാൻ പറയില്ല കേട്ടോ, ശരിയാണെന്ന് പറയില്ല. അത്തരം കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഞാൻ ഒരിക്കൽ സാറിനോട് ചോദിച്ചിട്ടുണ്ട്, ഈ വെള്ളരിക്ക ചീഞ്ഞു പോകുന്നത് എന്തുകൊണ്ടാന്ന് പറഞ്ഞപ്പോൾ സാറിന് അറിയില്ല പറയാൻ. അവസാനം ഇപ്പോൾ സ്കൂളിലേ പോകാത്ത പാടത്ത് പണിയെടുക്കുന്ന, പാടത്ത് ഞങ്ങളുടെ നാട്ടിൽ വയലെന്നാ പറയുക, വയലിൽ പണിയെടുക്കുന്ന കുമാരേട്ടനോട് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഇവിടെ നനഞ്ഞ മണ്ണാകുമ്പോൾ ചീത്തയാവും, നീ ഒരു ഇല അടിയിൽ വെച്ചിട്ട് അത് കായ്ച്ച് വലുതാകുമ്പോൾ ഒരു ഇല അടി വെച്ച് കൊടുത്താൽ മതി. എനിക്ക് ഉപകാരപ്പെട്ട കാര്യം പറഞ്ഞത് അദ്ദേഹമാണ്. അപ്പം അത്തരം ചിന്താഗതിയില്ല. പഠിക്കണം താല്പര്യമില്ല, അത് ശരിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. രീതി അങ്ങനെയായിരുന്നു. അപ്പൊ എങ്ങനെയെങ്കിലും കൃഷിയോടും ഇതിനോടൊക്കെ താല്പര്യം തോന്നാൻ അങ്ങനത്തെ ഒരു ഫാമിലിയിലായിരുന്നു ഇക്കയുടെ ജനനമൊക്കെ. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ഒരു കുടുംബമായിരുന്നു. ഫാദറിന് ആലുവയിലൊരു കച്ചവടം ഉണ്ടായിരുന്നു. അതിന് വലിയൊരു ബിസിനസ് ഒന്നുമല്ല, അതിന്റെ തുച്ഛമായ വരുമാനം കൊണ്ട് ഞങ്ങൾ 5 മക്കളെയും വളർത്താൻ പാടുപെടുന്ന ഉമ്മ. അവരെ കണ്ട് ഒരു പശുവിനെ വളർത്തിയിട്ടാണ്, പശുവിനെയും കൂടെ വളർത്തുന്നുണ്ട് ഉമ്മ. കാരണം വാപ്പ കൊടുക്കുന്ന പൈസക്കാണ് എക്സ്ട്രാ എന്തെങ്കിലും പൈസ വേണമെങ്കിൽ ഇതാണ്. അതിൽ 1 ഗ്ലാസ് പാല് വീട്ടിലേക്ക് മാറ്റി വെച്ച് ബാക്കി പാല് വിറ്റാണ് പൈസ ഉണ്ടാക്കുന്നത്. ഇനി പൈസ തികഞ്ഞില്ലെങ്കിൽ ആ ഗ്ലാസും കൂടെ വെക്കും. അങ്ങനെ ജീവിതം മുന്നോട്ട് പോകുന്ന സ്നേഹനിധിയായ ഒരു ഉമ്മയുടെ 5 മക്കളിൽ എത്രാമത്തെ ആളാ? ഞാൻ മൂന്നാമത്തെ സെൻട്രാണ്. എനിക്ക് ജ്യേഷ്ഠനുണ്ട്, ജ്യേഷ്ഠത്തിയുണ്ട്, അനുജനുണ്ട്, അനിയത്തിയുണ്ട്. നമ്മുടെ നടുവിലാണ്. ഓക്കെ. അപ്പൊ നടുവിൽ നിന്നവൻ ഇങ്ങനെ കേമനാവുമെന്ന് ഉമ്മയൊന്നും ഇത്രയ്ക്കും കേമനാവുമെന്നും അവർ വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാനങ്ങനെ അത്രമാത്രം ക്യാമറൊന്നും ആയിട്ടില്ല. വളരെ സന്തോഷം. ഇല്ല, ഞാൻ ശരിക്കും ആ 5 മക്കളിൽ ഒരു വിവരം കുറഞ്ഞവനാണ്, പഠിക്കാത്തവൻ, അറിവില്ലാത്തവൻ. അങ്ങനെ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണെന്നുള്ളതും. അത് അവിടെയും സമൂഹത്തിലൊക്കെ വലിയ കഴിവൊന്നും ഇല്ലാത്ത ഒരാളാണ്. 10 വരെ അങ്ങോട്ട് പോകട്ടെ, 10 വരെ പോകുന്നത് തന്നെ പറയാം, ഈ ചാക്കിരി പാസ് കൊണ്ട് പോയതാണ്. അത് കഴിഞ്ഞാൽ എവിടെയെങ്കിലും ജോലിക്ക് ഒക്കെ പോയിക്കോട്ടെ. ജ്യേഷ്ഠൻ നന്നായിട്ട് പഠിക്കും. ജ്യേഷ്ഠൻ അന്ന് ഡിസ്റ്റിങ്ഷനിൽ പാസ്സായ ആളാണ്. അപ്പൊ എനിക്ക് 100 വയസ്സ് കിട്ടിയിട്ടില്ല, 210 പാസ് മാർക്ക്, 100 കിട്ടിയിട്ടില്ല. പുള്ളി 520 ഡിസ്റ്റിങ്ഷൻ. അങ്ങനെയൊക്കെ മാർക്കുമായിട്ടൊക്കെ പാസ്സായ ആളാണ്. അപ്പൊ അദ്ദേഹം പഠിക്കട്ടെ, ഞാൻ ജോലിക്ക് പോകാം. അങ്ങനെയാണ് ആലുവയിലെന്ന് പാപ്പാക്ക് കച്ചവടമുണ്ട്. ആ ചെറിയ കച്ചവടത്തിലേക്ക് സഹായിക്കാൻ വേണ്ടി ഞാൻ എത്തിയതാണ്. ഒരു 15 വയസ്സ്. ഓക്കെ, 15 വയസ്സ്. അതായത് 10ാം ക്ലാസ് തോറ്റോ ഇല്ലയോ നോക്കിയൊന്നുമില്ല. 10ാം ക്ലാസ് ലാസ്റ്റ് പരീക്ഷ കഴിഞ്ഞിട്ട് 4 മണി ട്രെയിനിൽ അങ്ങോട്ട് പോകും. 3:30 മണിക്ക് നേരത്തെ എഴുതാൻ പരീക്ഷ എഴുതേണ്ട ആവശ്യമില്ലല്ലോ, പിന്നെ കടമ നിർവഹിക്കാൻ വേണ്ടി പോകുന്നതാണ്. 4 മണി വരെ പരീക്ഷ. ഞാൻ 3:30 തന്നെ കഴിഞ്ഞ് വേറെ റെയിൽവേ സ്റ്റേഷനിൽ പോയി ട്രെയിൻ കയറി ഇങ്ങോട്ട് പോകുന്നത്.